ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി മുളക് വറുത്ത പുളി അല്ലെങ്കിൽ തറവാട്ട് പുളി എന്ന് പറയും. പാലക്കാടുകാരുടെ മാത്രം സ്പെഷ്യലായിട്ടുള്ള ഒരു ഡിഷാണത്. എല്ലാവരും ഇത് ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക, ഉണ്ടാക്കി നോക്കുക. നമ്മുടെ തറവാട്ട് പുളി അല്ലെങ്കിൽ മുളക് വറുത്ത പുളിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. ഇത്രയേ ഉള്ളൂ കേട്ടോ. ആകെ കൂടെ വെളിച്ചെണ്ണ, കടുക്, ഉലുവ, ചെറിയ ഉള്ളി, പിന്നെ പച്ചമുളക്, പിന്നെ ഈ വലുപ്പത്തിലുള്ള ഇത്ര മതി നമുക്ക് പുളിയുടെ ആവശ്യം. ഓരോ മെമ്പേഴ്സിനനുസരിച്ചാണ് നമുക്ക് പുളിയുടെ ആവശ്യം വരുന്നത്. ഞാൻ പുളിവെള്ളം എടുത്തിട്ട് നന്നായിട്ട് കരച്ച ശേഷം സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കാം. കടുകിടാം. ഞാൻ കുറച്ചധികം കടുക് യൂസ് ചെയ്യുന്ന ആളാണ്. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ കുറച്ചിട്ടുള്ളൂ. ഉലുവ ചേർക്കാം. ചെറിയ ഉള്ളിയും പച്ചമുളകും ഇടാം. നന്നായിട്ട് വഴറ്റണം. ഇത്രയും ഈസി ആയിട്ടുള്ള കറി ഉണ്ടോ ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്നേ പറയുള്ളൂ. അത്ര എളുപ്പമാണ്. നമുക്കൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കി ഈ പുളിയും കൂടി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഉണ്ണാം. എന്തുകൊണ്ടാണ് ഇതിന് തറവാട്ട് പുളി എന്ന് പേര് വന്നതെന്ന് വെച്ചാൽ, പണ്ട് കാലത്ത് ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടാവും തറവാടുകളിൽ. അപ്പോൾ സ്പെഷ്യൽ ഡേയ്സിലൊക്കെ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉള്ള സമയത്ത് മാത്രമേ സാമ്പാറൊക്കെ വെക്കുള്ളൂ, അങ്ങനെയുള്ള കറികൾ വെക്കുള്ളൂ. ആ ടൈമിൽ അല്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയുള്ള ഒരു പുളിയൊക്കെയാണ് ഉണ്ടാവാറ്. എൻ്റെ അമ്മൂമ്മ ഉണ്ടാക്കണ അതേപോലെയാണ് ഞാനിന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. പാലക്കാടുകാർക്ക് വളരെ ഇഷ്ടമുള്ളൊരു കറിയാണത്. കറി എന്ന് പറയാൻ പറ്റില്ല, മുളക് വറുത്ത പുളി അല്ലെങ്കിൽ തറവാട്ട് പുളി. നന്നായിട്ട് വതങ്ങിയിട്ടുണ്ട്. ഏകദേശം 2 കപ്പ് പുളിവെള്ളം ഉണ്ടാവും. ഒഴിക്കാം. ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ പുളി നന്നായിട്ടൊന്ന് തിളച്ച ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ മുളക് വറുത്ത പുളി റെഡിയായി. നന്നായിട്ട് പുളിയൊക്കെ വെന്തിട്ടുണ്ട്. നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം സ്റ്റവ്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. 3 മിനിറ്റിൽ ചെയ്യാവുന്ന കറിയാണത്. കുറച്ച് ചോറ് വിളമ്പാം. പിന്നെ മെഴുക്ക് വരട്ടി. പിന്നെ അതാ ചോറിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ച് കഴിഞ്ഞ് കഴിക്കാൻ എന്താ ടേസ്റ്റ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടാവുമെന്ന് വിചാരിക്കണം. ഈ ജനറേഷനിലെ കുട്ടികൾക്ക് ഇഷ്ടാവുമോ എന്നറിയില്ല, പക്ഷേ പണ്ട് കാലത്തെ ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടാവും.